ഹലോ എവരി വൺ. നമുക്കിന്ന് ഡെസിമൽ നമ്പർ സിസ്റ്റവും ബൈനറി നമ്പർ സിസ്റ്റവും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഈ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് നമുക്ക് ബേസ് 10 സിസ്റ്റം എന്നും പറയാം. ഇത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റമാണ്. അതായത് 10 ഡിജിറ്റ് ബേസിലുള്ള ഒരു നമ്പർ സിസ്റ്റം. അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും നമ്പേഴ്സാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്തുള്ളത്. ഇതിൻ്റെ ബേസ് 10 ആണ്. അതായത് 10 ഡിജിറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ബേസ് 10 എന്ന് പറയും. ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ് പ്ലേസ് വാല്യൂ സിസ്റ്റമാണ്. ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ഓരോ ഡിജിറ്റിൻ്റെ ഓരോ പൊസിഷനും ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ ആണ്. അതായത് ഇപ്പോൾ യൂണിറ്റ് 10, 100, 1000, 10,000 ആണ്. ഇങ്ങനെ അതിനോരോ പൊസിഷൻ ഉണ്ടായിരിക്കും. ഈച്ച് പ്ലേസ് ഈസ് എ പവർ ഓഫ് 10. ഓരോ പ്ലേസും 10ൻ്റെ പവറുകളായിരിക്കും. അപ്പോൾ ഫസ്റ്റ് റൈറ്റ് നമ്മൾ നോക്കുമ്പോൾ 10⁻0 ആണ് ഫസ്റ്റ് പ്ലേസ്. പിന്നെ 10⁻1, പിന്നെ 10⁻2, 10⁻3 അങ്ങനെ പോകും കേട്ടോ. അത് നമ്മളതിനെ യൂണിറ്റ്, ടെൻസ്, 100, 1000s എന്നൊക്കെ പറഞ്ഞ് അത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. പിന്നെ പൊസിഷണൽ നൊട്ടേഷനാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റിൻ്റെ വാല്യൂ അതിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഡിജിറ്റിൻ്റെയും വാല്യൂ എന്താണെന്ന് അതിൻ്റെ പൊസിഷൻ അനുസരിച്ചുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, 352 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ. ഇവിടെ 2ൻ്റെ പൊസിഷൻ 10⁻0 ആണ്. 10⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ് അതിൻ്റെ പൊസിഷൻ. പിന്നെ 5 വരുമ്പോൾ 10⁻1 ആണ്. 3 വരുമ്പോൾ 10⁻2 ആണ്. ഇനി അപ്പുറത്ത് ഇങ്ങനെ ലെഫ്റ്റിക്ക് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 10⁻3, 10⁻4 എന്നൊക്കെ പറഞ്ഞ് പോകും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ, 352 എന്നതിനെ നമുക്ക് 3 × 10⁻2 പ്ലസ് 5 × 10⁻1 പ്ലസ് 2 × 10⁻0 എന്നെഴുതാം. പിന്നെ പറയാനുള്ള പോയിൻ്റ് ബേസ് 10 എന്നുള്ളതാണ്. അതായത് ഓരോ പ്ലേസ് നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മൾട്ടിപ്പിൾ ഓഫ് 10 ആയിട്ടാണ് മൂവ് ചെയ്യുക. അതാണ് 10⁻0, 10⁻1 എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ 10, 100, 1000 എക്സെട്ര. അങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ മാറുന്നത്. ഇപ്പോൾ ഡെസിമലിൻ്റെ കേസിലാകുമ്പോൾ അങ്ങനെ, ബൈനറിൻ്റെ കേസിലാകുമ്പോൾ 2ൻ്റെ പവർ വെച്ചാണ് മാറുക. ഇവിടെ നമ്മൾക്ക് ഡെസിമലിൻ്റെ കേസിൽ 10ൻ്റെ പവർ വെച്ചാണ് മാറുക കേട്ടോ. പിന്നെ നാലാമത്തെ കേസ് ഡെസിമൽ പോയിൻറ്റ്സ് വരുമ്പോൾ, ഫ്രാക്ഷൻസിൻ്റെ ഒക്കെ കേസ് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്രാക്ഷണൽ പാർട്ടിനെ രണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ 12.75 എന്നാണെങ്കിൽ 12നെ വേറെയും 75നെ വേറെയും ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാം 1 × 10⁻1 പ്ലസ് 2 × 10⁻0 എന്നുള്ളതാണ് 12നെ ട്രീറ്റ് ചെയ്തത്. പോയിൻറ്റിന് ശേഷമുള്ള വാല്യൂസിനെ നോക്കൂ, 7 × 10⁻1 പ്ലസ് 5 × 10⁻2 അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്കിനി പറയാനുള്ളത്. അതായത് മനുഷ്യന് 10 ഫിംഗേഴ്സാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ നാച്ചുറൽ കൗണ്ടിങ് സിസ്റ്റം കൊണ്ടുവരാൻ ഇത് കാരണമായി. അതുകൊണ്ട് തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒന്നായിട്ട് മാറി. പിന്നെ യൂണിവേഴ്സലി ഫിനാൻസിലും മെഷർമെൻറ്റിലും ഡെയിലി കാൽക്കുലേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന എല്ലാ അപ്ലിക്കേഷൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ബാങ്കിങ്, ഫിനാൻസ്, കുക്കിംഗ്, റെസിപ്റ്റ്സ്, പിന്നെ ലെങ്ത്ത്, വെയ്റ്റ്, സ്പോർട്സ്, ഫിറ്റ്നസ്, ഹെൽത്ത്, മെഡിസിൻ, ട്രാവൽ, നാവിഗേഷൻ, സയൻസ് ആൻഡ് എൻജിനീയറിങ് എക്സെട്ര. അപ്പോൾ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അതൊരു ബേസ് 10 നമ്പർ സിസ്റ്റമാണ്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നുള്ള നമ്പേഴ്സാണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. 10 ഡിജിറ്റാണുള്ളത്. പിന്നെ നമ്മളതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് പൊസിഷനിങ് ചെയ്യുന്നതെന്നൊക്കെ. പിന്നെ നമ്മൾ വൈഡ്ലി അത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്ലിക്കേഷൻസ് പറഞ്ഞു.
ഇനി നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം നോക്കാം. ബൈനറി നമ്പർ സിസ്റ്റം എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എക്സാമ്പിൾ എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ബൈനറി നമ്പർ സിസ്റ്റത്തിന് നമ്മൾ ബേസ് 2 സിസ്റ്റം എന്നാണ് പറയുക. ഡെസിമലിനെ നമ്മൾ ബേസ് 10 പറഞ്ഞു, ഇവിടെ ബേസ് 2 ആണ്. ഇതിനകത്താകെ 2 ഡിജിറ്റേ യൂസ് ചെയ്യുള്ളൂ, 0ഉം 1ഉം. നമ്മൾ ഈ ബൈനറി ബിറ്റ് നമ്പറിനെ നമ്മൾ ബിറ്റ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അത് ജസ്റ്റ് ബൈനറി ഡിജിറ്റ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ടാണ്. അപ്പോൾ ബൈനറി നമ്പേഴ്സിനകത്ത് ആകെ ഉള്ളത് 0ഉം 1ഉം മാത്രമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സും നമുക്ക് നോക്കാം. ബേസ് 2 സ്ട്രക്ചറാണ് ആദ്യത്തെ ഫീച്ചർ. അതായത് ഡെസിമൽ സിസ്റ്റത്തിനകത്ത് ബേസ് 10 ആയിരുന്നുവെങ്കിൽ നമ്മളവിടെ 10 ഡിജിറ്റ്സാണ് യൂസ് ചെയ്തിരുന്നത്, 0 മുതൽ 9 വരെ. ബൈനറി സിസ്റ്റത്തിൻ്റെ കേസ് വരുമ്പോൾ ജസ്റ്റ് ബേസ് 2ലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓൺലി 0 ആൻഡ് 1 അത് മാത്രം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത്. പിന്നെ പൊസിഷണൽ നൊട്ടേഷനാണ്. മറ്റു നമ്പറൽ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ബിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ആയിട്ടാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഓരോ പൊസിഷനും 2ൻ്റെ പവറായിട്ടാണ് കാണിക്കപ്പെടുന്നത്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ 2ൻ്റെ പവറായിട്ട് പോകും. 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4 അതങ്ങനെ പോകും കേട്ടോ. ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ 10ൻ്റെ പറഞ്ഞ പോലെ തന്നെ, പക്ഷേ ഇവിടെ 2ൻ്റെ പവറാണെന്ന് മാത്രം. പിന്നെ പ്ലേസ് വാല്യൂസ് ആണ്. റൈറ്റ് മോസ്റ്റ് ബിറ്റ്, അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് 2⁻0 ആയിരിക്കും, അതായത് 1 ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുക 2⁻1 ആണ്, അതായത് 2 ആണ്. പിന്നെ 2⁻2 ആണ്, അതായത് 4 ആണ്. പിന്നെ 2⁻3 ആണ്, അതായത് 8 ആണ്. പിന്നെ 2⁻4 ആണ്, അതായത് 16 ആണ്, എക്സെട്ര അങ്ങനെ പോട്ടാ. ഇവിടെ നമുക്കൊരു ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ എക്സാമ്പിൾ ആയിട്ടുണ്ട്. 1011 ആണ് നമ്മളുടെ ക്വസ്റ്റ്യന്. ഇവിടെ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ റൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള 1 എടുത്തു, 1 × 2⁻0 കൊടുത്തു. അതിൻ്റെ ആൻസർ എന്താണ്? 1 ആണ്. കാരണം 2⁻0 എന്ന് പറയുന്നത് 1 തന്നെയാണ്. പിന്നെ സെക്കൻഡ് ബിറ്റ് 1 × 2⁻1 അത് 2 കിട്ടും, കാരണം 2⁻1 = 2 ആണ്. 2 × 1 = 2. പിന്നെ തേർഡ് ബിറ്റ് 0 ആണ്. 0 × 2⁻2 എന്ന് പറഞ്ഞാൽ 2⁻2 4 ആണെങ്കിൽ പോലും അത് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് 0 ആയി പോകും. പിന്നെ ഫോർത്ത് ബിറ്റ് 1 × 2⁻3 ആണ്. 2⁻3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 = 8. 1 × 8 = 8. അപ്പോൾ നമുക്ക് ഫൈനലി ആഡ് ചെയ്യുമ്പോൾ കിട്ടുക 8 + 0 + 2 + 1 ആണ് = 11 ഇൻ ഡെസിമൽ. അപ്പോൾ ഡെസിമലിനുള്ള 11 എന്ന് പറഞ്ഞ നമ്പർ ബൈനറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1011 എന്നാണ്. ഇനി നമുക്ക് ബൈനറിൻ്റെ അപ്ലിക്കേഷനിലേക്കൊന്ന് നോക്കാം. ഒന്ന് കമ്പ്യൂട്ടിംഗ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ബൈനറി സിസ്റ്റം. നമ്മുടെ കമ്പ്യൂട്ടറിനകത്തൊക്കെ കംപ്ലീറ്റ് ബൈനറി സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ ഒരു ഫൗണ്ടേഷനാണ് ഈ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കമ്പ്യൂട്ടറിനകത്ത് എന്ത് ഡാറ്റ പ്രോസസ്സ് ചെയ്യണമെങ്കിലും എന്ത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും ബൈനറി വെച്ചിട്ട് മാത്രമേ നടക്കുള്ളൂ. ഇൻറ്റേർണൽ സർക്യൂട്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ 2 സ്റ്റേറ്റ്സ് മാത്രം വെച്ചിട്ടാണ്. ഒന്ന് 1ഉം ഒന്ന് 0യും. 1 ആണെങ്കിൽ ഓൺ, 0 ആണെങ്കിൽ ഓഫ്. അതാണ് അതിൻ്റെ ലോജിക്ക്. പിന്നെ വരുന്നത് ഡാറ്റ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ്. ഈ ബൈനറി കോഡ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റേൻ്റെ പല ഫോംസും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്പേഴ്സ് ആവട്ടെ, ലെറ്റേഴ്സ് ആവട്ടെ, സിമ്പിൾസ് ആവട്ടെ, എക്സെട്ര. ആസ്കി സ്റ്റാൻഡേർഡ്സ് പോലും ബൈനറി സീക്വൻസാണ് അതിൻ്റെ ടെക്സ്റ്റ് ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് കോമൺ നമ്പർ സിസ്റ്റത്തെ ഒന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. ഒന്ന് ഡെസിമൽ, അതിൻ്റെ ബേസ് 10 ആണ്. സിമ്പിൾസ് ഏതൊക്കെയാണ്? 0 1 2 3 4 5 6 7 8 9. പിന്നെ ബൈനറിയാണ്, അതിൻ്റെ ബേസ് 2 ആണ്. സിമ്പിൾസ് 0ഉം 1ഉം ആണ്. പിന്നെ ഒക്ടലാണ്, അതിൻ്റെ ബേസ് 8 ആണ്. സിമ്പിൾസ് 0 1 2 3 4 5 6 7 ആണ്. പിന്നെ ഹെക്സാഡെസിമൽ ഉണ്ട്, 16 ആണ്. 0 1 2 3 4 5 6 7 8 9 ആൻഡ് ABCDEF അങ്ങനെയാണ് അതിൻ്റെ സ്റ്റേജസ് കിടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡെസിമൽ ആൻഡ് ബൈനറി നമ്പർ സിസ്റ്റത്തെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.